നല്ല വചനം പേജിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ വീണ്ടും സ്നേഹ വന്ദനങ്ങൾ. നമ്മൾ വിശുദ്ധ ബൈബിളിലെ പ്രാവചനിക യാഥാർത്ഥ്യങ്ങളുടെ നിസ്തുലതയെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ബൈബിൾ ലോക ജനതകളെയും സമൂഹങ്ങളെയും രാജ്യങ്ങളെയും നാഗരികതകളെയും പട്ടണങ്ങളെയും കുറിച്ച് വളരെ സുവിദിതമായ നിലയിൽ മുൻ പ്രഖ്യാപനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ബന്ധത്തില് നിനവേ പട്ടണത്തെ സംബന്ധിച്ചും ബാബേൽ സാമ്രാജ്യത്തെ സംബന്ധിച്ചും കഴിഞ്ഞ 2 എപ്പിസോഡുകളായി നമുക്ക് പഠിക്കുവാൻ അവസരമുണ്ടായി. ഈ നിനവേ അതുപോലെ തന്നെ ബാബേൽ രാജ്യങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് കർത്താവ് മുൻകൂട്ടി പറഞ്ഞത് നാം അവിടെ ആലോചന ചെയ്തു. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് സോർ എന്ന് പറയുന്ന പട്ടണത്തെക്കുറിച്ചാണ്. ടയർ എന്നാണ് ഇംഗ്ലീഷിൽ അതറിയപ്പെടുന്നത്. സോറിനെ കുറിച്ചുള്ള പ്രവാചകം എന്ന് പറഞ്ഞ് യഹസ്കേൽ പ്രവാചകനും അതുപോലെ യെശയ്യാ പ്രവാചകനും വളരെ വ്യക്തമായി ചില പ്രവചന രേഖകൾ പറഞ്ഞിട്ടുണ്ട്. ആ പട്ടണത്തെക്കുറിച്ച് മുൻകൂട്ടി ദൈവം പറഞ്ഞിട്ടുള്ള എല്ലാ ഭാഗങ്ങളും ഇവിടെ ഈ 5 മിനിറ്റ് കൊണ്ട് അവതരിപ്പിക്കുവാൻ എനിക്ക് സാധിക്കുകയില്ല. ആയതിലേക്ക് ഞാൻ നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധ ബാബേൽ പ്രവാസ കാലത്ത് ബാബിലോണിലേക്ക് എടുക്കപ്പെട്ട അവരുടെ കൂട്ടത്തിൽ പ്രവാചകനായി അവരുടെ ശുശ്രൂഷ ചെയ്ത പഴയ നിയമത്തിലെ ഏറ്റവും അതികായനായ യഹസ്കേൽ പ്രവാചകന്റെ പ്രവാചക പുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. ആ പുസ്തകം നിങ്ങൾ ആദ്യം വായിച്ചു കഴിഞ്ഞാൽ സോർ എന്ന് പറയുന്ന ഈ പട്ടണത്തെ സംബന്ധിച്ചുള്ള പ്രവാചകങ്ങൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ കാലത്ത് ബാബേൽ പ്രവാസികളായിരുന്ന പ്രവാചകന്മാരിൽ ഒരാളായിരുന്നു യഹസ്കേൽ പ്രവാചകൻ. പൊതുവെ ശാന്തനായ പ്രവാചകനാണ്. എങ്കിലും നിരവധി കാര്യങ്ങൾ ഈ ബാബേൽ ജനതയെ സംബന്ധിച്ചും സോറിനെ സംബന്ധിച്ചും സീദോനെ കുറിച്ചും നിനവയെ കുറിച്ചും പിന്നെ ആ കാലത്ത് ഇസ്രായേലിന്റെ ചുറ്റുപാടുമായി കിടക്കുന്ന നിരവധി രാജ്യങ്ങളെ സംബന്ധിച്ചും എല്ലാം വളരെ വ്യക്തമായി പ്രവചിച്ചിട്ടുള്ള ഈ ദൈവദാസൻ അദ്ദേഹം വളരെ വ്യക്തമായി ഈ നിനവയുടെ നാശത്തെ സംബന്ധിച്ച്, നിനവയുടെ അല്ല, ഈ സോറിന്റെ നാശത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞു. സോറിന്റെ പ്രഭാവകാലത്ത് തന്നെ, അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് 582 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതിനെതിരായി ഈ യഹസ്കേൽ പ്രവാചകൻ ബാബേലിൽ വെച്ച് ശക്തമായ നിലയിൽ പ്രവചിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 1 മുതൽ 21 വരെയുള്ള ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ആ വാക്യാംശം വീണ്ടും ആവർത്തിക്കുന്നു. യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 1 മുതൽ 21 വരെയുള്ള ഭാഗത്താണ് വാസ്തവത്തില് ഈ യഹസ്കേൽ പ്രവാചകൻ സോറിനെ സംബന്ധിച്ച് അതിന്റെ നാശത്തെക്കുറിച്ച് പ്രവചിച്ചിട്ടുള്ളത്. ആ നീണ്ട അധ്യായത്തിലെ വേദഭാഗം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഏകദേശമായി പ്രവാചകൻ ഈ പട്ടണത്തിന് വരാൻ പോകുന്ന സർവനാശത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് വളരെ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിലെ 1-2 വാക്യങ്ങൾ മാത്രം ഞാനിവിടെ ഉദ്ധരിച്ച് കേൾപ്പിക്കാം. ഈ ചെറിയ വീഡിയോയിൽ അത്രയും മാത്രമേ സാധിക്കുള്ളൂ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവയായ ദൈവം ബാബേൽ ദേശത്തേക്ക് പ്രവാസികളായി കൊണ്ടുപോകപ്പെട്ട ജനങ്ങളുടെ നടുവിലിരുന്നു കൊണ്ട് ഇസ്രായേലിന് വേണ്ടി പ്രവചിച്ച പ്രവാചകനായ യഹസ്കേല് സോർ എന്ന് പറയുന്ന ഈ രാജ്യത്തെ സംബന്ധിച്ച്, പട്ടണത്തെ സംബന്ധിച്ച് അതിന് എന്ത് സംഭവിക്കുമെന്ന് മുൻകൂട്ടി പറയുകയാണ്. അത് പറയുമ്പോൾ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. സോരി, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. സമുദ്രം തന്റെ തിരകളെ കയറി വരുമാറാക്കുന്നത് പോലെ, സമുദ്രം തന്റെ തിരകളെ കയറി വരുമാറാക്കുന്നത് പോലെ ഞാൻ അനേകം ജാതികളെ നിന്റെ നേരെ പുറപ്പെട്ട് വരുമാറാക്കും. അവർ സോറിന്റെ മതിലുകളെ നശിപ്പിച്ച് അതിന്റെ ഗോപുരങ്ങളിലെ ഇടിച്ചു കളയും. ഞാൻ അതിന്റെ പൊടി അടിച്ചു വാരിക്കളഞ്ഞ് അതിനെ വെറും പാറയാക്കും. അത് സമുദ്രത്തിന് നടുവിൽ വലവിരിക്കുന്നതിന് ഉള്ള സ്ഥലമായി തീരും എന്ന് പറഞ്ഞാൽ അത് ശൂന്യ പ്രദേശമായി തീരും എന്നാണ്. അപ്പം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഐഹിക ജീവിതകാലത്ത് അവശേഷിച്ചിരുന്ന ആ പട്ടണത്തിന്റെ അവശേഷിപ്പുകൾ നിവസിച്ചു വന്ന നിവാസികളോട് കർത്താവ് പറയുമ്പോൾ, ബേസയിദേ നിനക്ക് ഹാ കഷ്ടം, കോരസീനെ നിനക്ക് ഹാ കഷ്ടം, നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവർ പണിതന്റെ രാട്ടിലും വെണ്ണയിലും കിടന്ന് അനുദപിക്കുമായിരുന്നു എന്ന് പ്രസ്താവിച്ചു. അപ്പൊ വാസ്തവത്തില് കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ വ്യക്തതയോട് പറയുകയാണ്. അത്രമാത്രം വഷത്വമുള്ള, അത്രമാത്രം കൊള്ളതാത്ത, അത്രമാത്രം ദൈവത്തെ കോപിപ്പിച്ച ഒരു പട്ടണമായിട്ട് ഈ സോർ മാറി.
ഒരു യാഥാർത്ഥ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ലോക ചരിത്രത്തിൽ ദൈവത്തിന്റെ ഏർപ്പാടുകൾക്ക് വിധേയപ്പെട്ടിട്ടുള്ള എല്ലാ നാഗരികതകളും, എല്ലാ സംസ്കാരങ്ങളും, എല്ലാ ജനതകളും അങ്ങനെ അവർക്ക് നാശോന്മുഖമായി ഭവിച്ചെങ്കിൽ അതിന്റെ അടിസ്ഥാനപരമായ കാരണം ആ ജനം ദൈവത്തോട് നിരന്തരമായി പാപം ചെയ്യുകയും മാനസാന്തരപ്പെട്ടില്ല എന്നുള്ളതുമാണ്. പ്രിയമുള്ളവരെ, ദൈവം ഈ നിനവയെ ന്യായം വിധിച്ചു. ദൈവം അതുപോലെ തന്നെ ബാബിലോണിനെ ന്യായം വിധിച്ചു. ദൈവം ഈ സോരിനെ ദൈവം ന്യായം വിധിച്ചു. അങ്ങനെ പഴയ നിയമത്തിന്റെ താളുകൾ വായിക്കുമ്പോൾ ഈ പട്ടണങ്ങളിൽ ഞാൻ വളരെ ചുരുക്കമായിട്ട് വേദപുസ്തകത്തിൽ ഇങ്ങനെയുള്ള നാഗരികതകളെയും പട്ടണങ്ങളെയും കുറിച്ച് പ്രവചിച്ചിട്ടുണ്ടായെന്ന് പറയാൻ വേണ്ടി 2-3 പട്ടണങ്ങളെ ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ച് മാത്രമേ ഉള്ളൂ. നിരവധി പുരാതന രാജ്യങ്ങളെയും നാഗരികതകളെയും സംബന്ധിച്ചും അവയുടെ സർവനാശത്തെ സംബന്ധിച്ചും മുൻകൂട്ടി പ്രവാചകന്മാർ മുഖാന്തരമായി അറിയിച്ചിട്ടുണ്ട്. അതെല്ലാം കാലത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കുകയും ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ആ സംഭവങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ബൈബിൾ എക്കാലവും വിശ്വസിക്കുവാൻ കഴിയുന്ന ഒരു മഹത്തായ പ്രവചന ഗ്രന്ഥം. ഇത് വായിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങളെല്ലാ മാന്യ പ്രേക്ഷകർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ.